ആദ്യം ശ്രീ പി കെ ഗോപൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നയിച്ചവരുടെ വീട്ടുപടിക്കൽ എത്തി നിൽക്കുകയാണ് അന്വേഷണം. അവരുടെ വാതിലിൽ മുട്ടി വിളിക്കുകയാണ് അന്വേഷണ സംഘം. ഇനി ഇത് ഉദ്യോഗസ്ഥരുടെ തലയിലിട്ട് ഉദ്യോഗസ്ഥര് മാത്രം കാണിച്ച കുഴപ്പം എന്ന് പറഞ്ഞു നിൽക്കാനാകുമോ? ശ്രീ അഭിലാഷ്, വ്യക്തമായില്ല ചോദ്യം. ഇപ്പോൾ ഇന്ന് മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന വാസുവിനെ SIT ചോദ്യം ചെയ്തതോടെ ദേവസ്വം ബോർഡ് ഭരണാധികാരികളായിരുന്നവരുടെ വീട്ടുപടിക്കൽ എത്തി നിൽക്കുകയാണ് അന്വേഷണം. ഇനി ഉദ്യോഗസ്ഥരുടെ തലയിലിട്ട് ദേവസ്വം ബോർഡിനെ നയിച്ച ആളുകൾക്ക് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇല്ല, ഉദ്യോഗസ്ഥരാണ് ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് ഒരു നയപരമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുമാണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന് അധികാരമുള്ളത്. എന്നാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് സ്വാഭാവികമായും മറ്റ് പല മേഖലകളിലും ഇല്ലാത്തതുപോലുള്ള ഒരു ഉദ്യോഗസ്ഥ നെറ്റ്വർക്ക് ശബരിമലയിലുണ്ട്. ശബരിമലയിൽ മാത്രമല്ല, ദേവസ്വം ബോർഡിലുണ്ട്. ശബരിമലയെന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല, ദേവസ്വം ബോർഡിലുണ്ട്. അപ്പോൾ വലിയ ഉത്തരവാദിത്വമാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കുള്ളത്. എന്നാൽ ഏതെങ്കിലും വിധത്തിൽ SITയുടെ അന്വേഷണം വളരെ തൃപ്തികരമാണെന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അത് കേരളത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെയും അതിലൊക്കെ ഉപരിയായി അതിനെ നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ സംതൃപ്തരായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ദേവസ്വം ബോർഡ് മെമ്പേഴ്സിലോ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടിരുന്നവരിലോ എത്തുന്നുവെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കി ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അതിലേക്ക് ചെല്ലട്ടെ. നമുക്ക് യാതൊരു തടസ്സവുമില്ല. കാരണം തുടക്കം മുതൽ തന്നെ പറയുന്ന കാര്യമാണത്. ഇപ്പോൾ ശ്രീ N വാസുവിനെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തെ വിട്ടയച്ചു. വേണ്ടത്ര തെളിവ് SITക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്താത്തത്. അതിന് ശ്രീ വാസുവിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടതുകൊണ്ടാണോ അതോ തെളിവിൻ്റെ അഭാവം കൊണ്ടാണോ എന്നുള്ളത് SIT പരിശോധിക്കട്ടെ. അങ്ങനെ തെളിവിൻ്റെ അഭാവം കൊണ്ടാണ്, തെളിവ് കരസ്ഥമാക്കിയിട്ട് ശ്രീ വാസുവിലേക്ക് അത് എത്തുന്നുവെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പിന്നെ SITയുടെ അന്വേഷണത്തിൽ തൃപ്തിയുള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായി കണ്ടുപിടിക്കാനും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും അവർക്ക് കഴിയും. തുടക്കം മുതൽ തന്നെ നമ്മൾ ഇക്കാര്യത്തിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മൾ ഇനിയും സമയമെടുക്കും. 6 ആഴ്ച കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കോടതി SITക്ക്. SITയുടെ അന്വേഷണ കാലാവധി ഇനിയുമുണ്ട്. ഇവിടെ ഇപ്പോൾ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ അറസ്റ്റിലായപ്പോൾ അദ്ദേഹം SITക്ക് കൊടുത്ത മൊഴി അനുസരിച്ച് എല്ലാം മുകളിൽ നിന്ന് നിർദ്ദേശിച്ചതനുസരിച്ചാണ് ചെയ്തത്. ഈ ഉദ്യോഗസ്ഥനാണ് സ്വർണം എന്നുള്ളത് ചെമ്പ് എന്ന് എഴുതിയത്. യഥാർത്ഥത്തിൽ സ്വർണം പൂശിയത് എന്ന് എഴുതേണ്ടിയിരുന്നിടത്ത് ചെമ്പ് എന്ന് എഴുതിയതും തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ വേണം എന്നുള്ള കാര്യം ഉറപ്പുവരുത്താത്തതും ഒക്കെ ഈ ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എല്ലാം മുകളിൽ നിന്ന് നിർദ്ദേശിച്ചതനുസരിച്ച് ഞാൻ മുകളിലേക്ക് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. അപ്പൊ പിന്നെ മുകളിലുള്ളവർ കുടുങ്ങുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കേണ്ട ഒരു കാര്യമാണല്ലോ. ശ്രീ അഭിലാഷ്, അങ്ങനല്ലല്ലോ അതിനെ കാണേണ്ടത്. പിടിക്കപ്പെടുന്ന ഒരാൾ പറയുന്ന കമൻസ് മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും സുധീഷ് ആയാലും ബൈജു ആയാലും ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പരക്കം പായുന്ന ജയശ്രീ ആയാലും ഇതൊക്കെ ഈ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് പോലെ ആണല്ലോ ഒരു പരിധി വരെ ദേവസ്വം ബോർഡ്. കാരണം ഉദ്യോഗസ്ഥർക്ക് വലിയ അധികാരമുണ്ടല്ലോ. അപ്പോൾ അത് മുകളിലുള്ളവർ അവരുടെ അടുക്കൽ കൊടുക്കുന്ന റിപ്പോർട്ട് എന്താ? മുകളിലുള്ളവർക്ക് ഇവർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൻ്റെ കൂടെ അടിസ്ഥാനത്തിലല്ലേ അവർ നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥർ മുകളിലോട്ട് ഓരോന്നിനെക്കുറിച്ചും അവിടുത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളെക്കുറിച്ച് അവർ കൊടുത്തുള്ള റിപ്പോർട്ടില്ലേ? ദേവസ്വം ബോർഡ് ശബരിമലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ലല്ലോ. ദേവസ്വം ബോർഡ് തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. ശബരിമല അതിൻ്റെ ഒരു മുഖ്യമായ കേന്ദ്രമാണ്, അത്രയാണുള്ളത്. പക്ഷേ 1000-ലധികം ക്ഷേത്രങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ശബരിമലയല്ല ദേവസ്വം ബോർഡിൻ്റെ ഓഫീസ്. എന്നാൽ നയപരമായ തീരുമാനം എടുത്തു കൊടുക്കുന്നതിന് ഇവരുടെ റിപ്പോർട്ട് ബാധകമാണല്ലോ. നമുക്ക് ഇതിനകത്ത് ആരെയും സംരക്ഷിക്കുകയോ വെള്ളം പൂശിയോ ചെയ്യേണ്ടതില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കല്ല, അതിൻ്റെ മുകളിലുള്ളവർക്ക് അവർ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ബോധപൂർവമോ അല്ലാതെയോ രണ്ട് തരത്തിൽ സംഭവിക്കാം. ബോധപൂർവം വേണേൽ ചെയ്യാം, അതല്ലെങ്കിൽ ഉത്തരവാദിത്വം വേണ്ടത്ര കാണിക്കാതെ ശ്രദ്ധിക്കാതിരുന്നതിൻ്റെ പേരിൽ സംഭവിക്കാം. നമ്മൾക്കൊക്കെ അത് ബോധ്യപ്പെടുമല്ലോ, നമ്മളൊക്കെ അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നവരാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് അതിൽ തുറന്ന സമീപനം എടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ശബരിമലയിൽ ഇന്നലെ വരെ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് കേസെടുക്കണമെന്നും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും അയ്യപ്പൻ്റെ സ്വർണം തിരിച്ചു കൊണ്ടുവരണമെന്നും ഞങ്ങൾ ശക്തമായി വാദിക്കുന്നതോടൊപ്പം തന്നെ
തുടർന്ന് ശബരിമലയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശരി. മുൻകരുതലും സ്വീകരിക്കുകയാണ്. അതിനാവശ്യമായ എല്ലാ ജാഗ്രതയും കാണിക്കുക. അതിലേക്ക് ഞാൻ വരാം. ഇതിൽ ഓപ്പൺനെസ് ആണ്, തുറന്ന സമീപനമാണ്. തുറന്ന സമീപനമാണ്. നമ്മുടെ കയ്യിൽ ഇപ്പൊ വാസുവിനെ കുറ്റപ്പെടുത്താനോ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ കുറ്റപ്പെടുത്താനോ ഉള്ള തെളിവ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടില്ല. ശരി, ആവട്ടെ. എത്തുമ്പോൾ നമുക്ക് ശക്തമായിട്ട് അതിന് നിലപാട് സ്വീകരിക്കാം. എത്തുമോ എന്നുള്ളതാണ് ചോദ്യം.